ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഞാനിതാ ഇപ്പോൾ ഊട്ടിയിലാണ് കേട്ടോ ഗൈസ് ഉള്ളത്. ബാക്കിൽ കാണുന്നത് ഊട്ടി ആ ഒരു ടൗണിൻ്റെ നമ്മുടെ ഈ ഒരു സ്റ്റേ എന്നുള്ള വ്യൂ ആണ് കേട്ടോ ഗൈസ്. എങ്ങനെയുണ്ടെന്ന് നോക്കുക, അടിപൊളിയല്ലേ? ആ ഊട്ടി ടൗൺ മൊത്തം നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നലെ ചിക്മംഗ്ലൂരിൽ നിന്ന് ഊട്ടി വരെ ട്രാവൽ ചെയ്ത് കേട്ടോ ഗൈസ്. ഏകദേശം 400 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അടിപൊളി ജേണി ആയിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളാരെങ്കിലും അത് കണ്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കാണുക. നമ്മൾ ചിക്മംഗ്ലൂരിൽ നിന്ന് പിന്നെ സക്ലേഷ്പൂരിൽ നിന്ന് പിന്നെ ബന്ദിപ്പൂർ ടൈഗർ റിസർവ്, അതിന് ശേഷം മുതുമലൈ ടൈഗർ റിസർവ്, ഇതെല്ലാം പാസ് ചെയ്ത് പിന്നെ മസനഗുഡി വഴിയാണ് കേട്ടോ ഗൈസ് ഊട്ടിയിൽ വന്നത്. അപ്പോൾ ഞാൻ തൊട്ട് മുമ്പിലത്തെ എപ്പിസോഡ് ആ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളാരെങ്കിലും അത് കണ്ടില്ലെങ്കിൽ ജസ്റ്റ് കയറി ഒന്ന് കാണുക. അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊട്ടിയിൽ തന്നെ നമ്മൾ കിന്നക്കോര എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു വില്ലേജ്, ഒരു 60 to 70 കിലോമീറ്റേഴ്സ് ഇവിടെ നിന്ന് റൈഡ് ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ആ ഒരു പ്ലേസിലോട്ടുള്ള റൈഡാണ് കേട്ടോ ഗൈസ്. അപ്പം നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. ഇതാണ് കേട്ടോ ഗൈസ് നമ്മൾ താമസിച്ച ഊട്ടിയിലെ ഹോം സ്റ്റേ. അപ്പോൾ ഇത് അത്യാവശ്യം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോം സ്റ്റേ ആണ് കേട്ടോ ഗൈസ്. നമ്മുടെ ഊട്ടിയിൽ തന്നെ മെയിൻ ടൗണിൽ ഏറ്റവും മേളിൽ ഇരിക്കുന്ന ഒരു ഹോം സ്റ്റേ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഒരു ഊട്ടി ടൗണിൻ്റെ ആ ഒരു ഫുൾ വ്യൂ കിട്ടുന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മൾ താമസിച്ചത്. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊരു അപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ ഗൈസ്. 2 BHK അപ്പാർട്ട്മെൻറ്റാണ്. നമുക്ക് 2 ബെഡ്റൂമും ഒരു ഹോളുണ്ട്. പിന്നെ നമുക്ക് എക്സ്ട്രാ ബെഡും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യും കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും ഞാൻ അപ്പാർട്ട്മെൻറ്റും കൂടെ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഗൈസ്, പിന്നെ ഈ ഒരു റൂമിൽ നിന്നുള്ള വ്യൂ ഒരു അടിപൊളിയാണ് കേട്ടോ ഗൈസ്. കാര്യം നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാം, ആ ഒരു ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. ഗ്ലാസ്സിൽ നിന്ന് നമുക്ക് ആ ഒരു ടൗൺ മൊത്തത്തിൽ മേളിൽ നിന്ന് ഒരു നല്ലൊരു ക്ലിയർ വ്യൂ കിട്ടും കേട്ടോ ഗൈസ്. ഇത് ഏറ്റവും രസം എന്ന് പറയുമ്പോൾ രാത്രി ഇവിടെ നിന്നുള്ള വ്യൂ ആണ്. രാത്രി നമുക്ക് ഈ ഒരു ടൗൺ മൊത്തം ഇങ്ങനെ ആ ഒരു ലൈറ്റിൽ ഇങ്ങനെ കുളിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും കേട്ടോ ഗൈസ്. ഇത് ആണ് ഹോള്. അപ്പോൾ നമ്മൾ ഈ ഒരു ഹോളിൽ നമ്മൾ എക്സ്ട്രാ ബെഡ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്കിപ്പോൾ ആൾക്കാർ കൂടുതലാണെങ്കിലും ഈ ഒരു അപ്പാർട്ട്മെന്റ് ഒരു ഇഷ്യൂ ഇല്ല കേട്ടോ ഗൈസ്. നമുക്ക് എക്സ്ട്രാ ബെഡ് കിട്ടും. നമുക്കിപ്പോൾ ഹോളിലായാലും നമുക്ക് എക്സ്ട്രാ ബെഡ് ഇട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് കിടക്കാൻ പറ്റും കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു സ്റ്റേയുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഊട്ടി വന്ന് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്റ്റേ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മളിത് ഇപ്പോൾ കിന്നക്കോരയിലോട്ടുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഊട്ടിയിലെ ഒരു ചെറിയ ഗ്രാമമാണ് ഈ കിന്നക്കോര എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഏകദേശം ഒരു 70 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് നമ്മൾ താമസിച്ച സ്ഥലത്ത് നിന്ന് ഈ കിന്നക്കോരയെ എത്താനായിട്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ടോട്ടൽ ഇന്ന് ടു ആൻഡ് ഫ്രോ അപ്പോൾ 140 കിലോമീറ്റർ ഇന്ന് ഡിസ്റ്റൻസ് നമ്മൾ കവർ ചെയ്യും. അപ്പോൾ ഈ കിന്നക്കോരയിൽ എന്തുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് കാണാനായിട്ടൊന്നുമില്ല. നമ്മൾ ആ ഒരു പോകുന്ന റൂട്ടും പിന്നെ ആ ഒരു നേച്ചറൊക്കെ എൻജോയ് ചെയ്യാനായിട്ടാണ് കേട്ടോ ഗൈസ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു റൈഡാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ആ ഒരു റൈഡ് നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീലാണ് കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ എന്തായാലും കിന്നക്കോരയിലോട്ട് പോവാം. അപ്പോൾ ആ പോകുന്ന റൂട്ട് തന്നെ നമുക്ക് നീലഗിരീസ് റെയിൽവേ സ്റ്റേഷൻ്റെ കീഴിലുള്ള ലൗഡെയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഊട്ടിയിലെ ടോയ് ട്രെയിൻ നിർത്തുന്ന മെയിൻ സ്റ്റേഷൻ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലൗഡെയിലോട്ടാണ് പോകുന്നത്. അതിനുശേഷം അവിടെ നിന്ന് കിന്നക്കോര. ഹായ് ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ലൗഡെയിലാണ്. ഇതൊരു ഇവിടുത്തെ ടോയ് ട്രെയിനാണ്. ഫീറ്റ് നോക്കുക, എത്ര ഫീറ്റ് അബോ സീ ലെവൽ? 7193.90 ഫീറ്റ് അബോ സീ ലെവലിൽ നിൽക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ട്രെയിനിൽ പോകുന്നില്ല, നമുക്ക് ടിക്കറ്റ്സ് ഇല്ല. അപ്പോൾ നമ്മളിപ്പോൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ്സ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് ഒന്ന് പ്ലാറ്റ്ഫോമിലൊക്കെ ഒന്ന് ഇറങ്ങി നിൽക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഗൈസ്. നീലഗിരീസ് മൗണ്ടൻ റെയിൽവേയുടെ കീഴിൽ വരുന്ന ഒരു അതിമനോഹരമായ ഒരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഗൈസ് ഈ ലൗഡെയിൽ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഒരുപാട് വലിയ മരങ്ങളും പിന്നെ ചുറ്റും പച്ചപ്പും അതിൻ്റെ നടുക്കായിട്ടാണ് കേട്ടോ ഗൈസ് ഈ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത് മെയിൻ ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുമ്പിരിക്കുന്ന ഒരു സ്റ്റേഷനാണ് ഈ ലൗഡെയിൽ എന്ന് പറഞ്ഞ സ്റ്റേഷൻ. അപ്പോൾ ഇനി ട്രെയിനിനെ പറ്റി പറയാനാണെങ്കിൽ പണ്ട് ഇവിടെ സ്റ്റീം എഞ്ചിന് കൊണ്ട് ഓടുന്ന ടോയ് ട്രെയിൻ ആയിരുന്നു കേട്ടോ ഗൈസ് ഉള്ളത്. ഇപ്പം ആ ഒരു സ്റ്റീം എഞ്ചിൻ്റെ കൂടെ തന്നെ ഒരു ഡീസൽ എഞ്ചിനും കൂടെ
ചേർന്നാണ് ഇവിടുത്തെ റെയിൽവേ പ്രവർത്തിക്കുന്നത്. പിന്നെ എടുത്ത് പറയാനാണെങ്കിൽ ഇവിടെ ട്രെയിനിൻ്റെ ടൈമിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് രാവിലെ 7 മണിക്ക് മേട്ടുപ്പാളയത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിൻ ഇവിടെ ഒരു ഉച്ചയാകുമ്പോൾ ഇവിടെ എത്തും കേട്ടോ. 12 മണിയാണ് ഇവിടെ റീച്ച് ചെയ്യുന്ന ടൈം പറയുന്നത് മേട്ടുപ്പാളയത്ത് നിന്ന്. അപ്പോൾ ഏകദേശം 5 മണിക്കൂർ ജേണി ഉണ്ട് കേട്ടോ. 26 കിലോമീറ്ററേ ഉള്ളൂവെങ്കിലും 5 മണിക്കൂർ ജേണി ഉണ്ട്. അത് തന്നെ ഏകദേശം 26 വലിയ ടണൽസും പിന്നെ ഏകദേശം 250 ചെറിയ പാലങ്ങളും കവർ ചെയ്താണ് ആ ട്രെയിൻ ഇവിടെ എത്തുന്നത് കേട്ടോ. അപ്പം ഇത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം വരുന്ന റൂട്ട് എത്ര മനോഹരമായിരിക്കുമെന്ന്. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എന്തായാലും ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ കാണാൻ സാധിച്ചതിൽ നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എന്തായാലും ഗൈസ് നിങ്ങൾ ഇവിടെ ശരിക്കും 2 ട്രെയിൻ ഉണ്ട് കേട്ടോ. ഒരു ട്രെയിൻ മേട്ടുപ്പാളയത്ത് നിന്ന് ഊട്ടി, പിന്നെ ഊട്ടിയിൽ നിന്ന് തിരിച്ച് മേട്ടുപ്പാളയം, അങ്ങനെ ഒരു സർവീസ് അങ്ങനെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഊട്ടിയിൽ നിന്ന് കൂണൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത് ഏകദേശം ഇവിടെ നിന്ന് 1 മണിക്കൂർ ജേണിയാണ്. അപ്പം ഊട്ടിയിൽ നിന്ന് കൂണൂരിൽ നിന്ന് തിരിച്ച് ഊട്ടി, അങ്ങനെ ഒരു ട്രെയിനും കൂടെ സർവീസ് നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 ട്രെയിനാണ് ഇവിടെ മൊത്തത്തിലുള്ളത്. പിന്നെ ടിക്കറ്റ്സ് കിട്ടാൻ ഒരു വഴിയില്ല കേട്ടോ. അത്ര തിരക്കാണ് ഇവിടുത്തെ ബുക്കിംഗ്സ് എല്ലാം. ഏകദേശം 4 മാസത്തേക്കുള്ള ടിക്കറ്റ്സ് എല്ലാം നേരത്തെ പ്രീ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ ആൾക്കാർ. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടുത്തെ ഒരു ട്രെയിനിൻ്റെ ഡിമാൻഡ് മനസ്സിലായി കാണുമല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും ഇവിടെ ട്രെയിൻ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ നേരത്തെ തന്നെ ട്രെയിനൊക്കെ പ്രീ ബുക്ക് ചെയ്ത് വന്ന് വേണം ഇവിടെ യാത്ര ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഗൈസ് എന്തായാലും ഇപ്പം കിന്നക്കോരയിലോട്ടുള്ള യാത്ര ഇപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 65 കിലോമീറ്റർ ഉണ്ട് കേട്ടോ കിന്നക്കോര എത്താനായിട്ട്. അപ്പോൾ എന്തായാലും നമ്മളതിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അങ്ങനെ കഴിച്ച് നമ്മളിതായിപ്പം ചായ കുടിക്കാനത് ഇപ്പോൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്പോട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതാ അവിടെ ദൂരെ കണ്ടോ ആ ഒരു മിസ്റ്റ് കിടക്കുന്നത്, അത് കിന്നക്കോരയാണ് കേട്ടോ. അവിടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 226 കിലോമീറ്റർ അങ്ങോട്ടുണ്ട് എത്താൻ. നമ്മളിങ്ങനെ കറങ്ങി അങ്ങോട്ട് പോകും. അവിടെ നിന്ന് വീണ്ടും ഒരു വില്ലേജ് ഉണ്ട്. അതിനുശേഷം അവിടെ ആ ഒരു ഏരിയയാണ് ഊട്ടിയിലെ ഒരു ലാസ്റ്റ് വില്ലേജ് ആയിട്ട് വരും. ആദികേസൂർ എന്നാണ് പേര് കേട്ടോ ഗൈസ്. ആ ഒരു മിസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് മൂടിക്കിടക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ കിന്നക്കോരയിലോട്ട് പോയിട്ട് അവിടെ നിന്ന് സമയം ഉണ്ടെങ്കിൽ അടുത്ത 2 വില്ലേജും കൂടെ കവർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കിന്നക്കോലി റൂട്ടിലെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഒരു 20-25 കിലോമീറ്റർ ഉള്ള ഈ ഒരു ഫോറസ്റ്റ് റൂട്ടാണ് കേട്ടോ ഗൈസ്. ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആണ് ഇവിടെ കൂടെ റൈഡ് ചെയ്യാൻ. പ്രത്യേകിച്ച് ആ ഒരു ക്ലൈമറ്റും നല്ല ചെറിയ തണുപ്പും പിന്നെ കോട ഇടയ്ക്കിടയ്ക്ക് ഈ റോഡിൻ്റെ ഇടയിൽ കൂടെ പാസ് ചെയ്ത് പോകും കേട്ടോ ഗൈസ്. ഭയങ്കര രസമുള്ള ഈ ഒരു റൂട്ടാണ്. എനിക്ക് ശരിക്കും ഇവിടെ കൂടെ ഓട്ടിക്കുമ്പോൾ നമ്മൾ ഈ കൊടൈക്കനാലിൽ നിന്ന് നമ്മൾ ഈ അവസാനത്തെ വില്ലേജായ ക്ലാവരി പൂണ്ടിയൊക്കെ പോകുന്ന ആ ഒരു റൂട്ടിന് സിമിലർ അല്ല, എന്നാൽ ആ ഒരു ഫീലാണ് കേട്ടോ ഗൈസ് നമുക്ക് ഇവിടെ കൂടെ ഓടിക്കുമ്പോഴും കിട്ടുന്നത്. ഭയങ്കര ഒരു മനോഹരമായിട്ടുള്ള റൂട്ടാണ്. എസ്പെഷ്യലി നമ്മൾ നല്ല കോടയൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇവിടെ കൂടെ റൈഡ് ചെയ്യാൻ. നമുക്ക് ഇന്നാണെങ്കിൽ അത്യാവശ്യം ഒരു ഇച്ചിരി ഒരു ചൂടായിട്ടുള്ള ക്ലൈമറ്റ് ആണ് കേട്ടോ ഗൈസ്. എന്നാലും നമുക്ക് ഇവിടെ കൂടെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും നല്ല തണുപ്പുമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കോട ഇങ്ങനെ നമുക്ക് ഈ ഇടയിൽ കൂടെ റോഡിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നതും കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഒരു പ്രത്യേക ഫീല് തന്നെയാണ് കേട്ടോ ഗൈസ് ഇവിടെ കൂടെ റൈഡ് ചെയ്യാനായിട്ട്. അങ്ങനെ ഗൈസ് നമ്മളിതായിപ്പോൾ ഫൈനലി കിന്നക്കോര എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കിന്നക്കോരയിൽ കൂടെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ ചായക്കടയുടെ അവിടെ നിന്ന് ആ ഒരു പോർഷനിൽ നിന്ന് നമ്മൾ നേരെ ഞാൻ കാണിച്ചില്ല, ആ ഒരു മലയുടെ മേള് അവിടെ കൂടെയാണ് നമ്മളിപ്പോൾ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഗൈസ്. 2 സൈഡും മൊത്തം തേയിലത്തോട്ടങ്ങളാണ്. അപ്പോൾ ഇതൊരു തോട്ടം മേഖലയും കൂടെയാണ് കേട്ടോ ഗൈസ്. വളരെ പോപ്പുലേഷനൊക്കെ കുറഞ്ഞ ഒരു ഏരിയയാണ് ഇത്. അപ്പം ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഈ റൂട്ട് തന്നെയാണ് കേട്ടോ ഗൈസ്. ഇടയിലുള്ള കുറേ ദൂരം ആ ഒരു ഫോറസ്റ്റ് റൂട്ടാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റും. പിന്നെ ഇവിടെ കൂടെ റൈഡ് ചെയ്യാന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഫീല് തന്നെയാണ്. എന്തായാലും ഒരു ഉച്ചയൊക്കെ കഴിയുമ്പോൾ വീണ്ടും പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ആവും കേട്ടോ ഗൈസ്. കോടയൊക്കെ ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. ഇന്ന് എന്തായാലും ഇച്ചിരി ഒരു ചൂട് കാലാവസ്ഥയാണ്. പക്ഷേ നമുക്ക് പറയാൻ പറ്റില്ല, ഇവിടുത്തെ ക്ലൈമറ്റ് ആണെങ്കിൽ എപ്പോഴും ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇവിടെ കൂടെ റൈഡ് ചെയ്യാൻ ഒരു പ്രത്യേക ഫീല് തന്നെയാണ് കേട്ടോ ഗൈസ്.
ഗൈസ് അങ്ങനെ നമ്മളിതാ ഇപ്പോൾ ഊട്ടിയുടെ ലാസ്റ്റ് വില്ലേജിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഗൈസ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കപ്പുറം കേരളമാണ് കേട്ടോ. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങോട്ടുള്ള റൈഡ്. ഗൈസ്, ഈ ഒരു വില്ലേജിന്റെ പേരെന്ന് പറയുമ്പോൾ ഹിരിയസീഗൈ എന്നാണ് കേട്ടോ. ഏറ്റവും ലാസ്റ്റ് വില്ലേജ് ആണ് ഊട്ടിയിലെ. കിന്നക്കോരയും കഴിഞ്ഞിട്ടിരിക്കുന്ന വില്ലേജ് ആണിത്. അപ്പം വളരെ ചുരുക്കം കുടുംബങ്ങൾ മാത്രം താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഗൈസ്. അപ്പം ഈ ഒരു മലയുടെ തൊട്ടപ്പുറത്തെ ഭാഗം തൊട്ട് ഫുൾ കേരളമാണ് കേട്ടോ ഗൈസ്. നമ്മൾ പിന്നെ അവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കേട്ടോ. അവിടെ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് അവിടുത്തെ വില്ലേജിലെ ആൾക്കാർക്കൊന്നും നമ്മൾ പിന്നെ അവിടെ ഇരിക്കുന്നതൊന്നും അവർക്ക് ഇഷ്ടമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ടൂറിസ്റ്റുകൾ അവരുടെ വില്ലേജിലോട്ട് വരുന്നതേ അവർക്ക് ഇഷ്ടമില്ല കേട്ടോ. അതുകൊണ്ടാണ് അവർ ആ ഒരു വില്ലേജിൻ്റെ ഫ്രണ്ടിൽ ആ ഒരു ഇരുമ്പ് കമ്പി വെച്ച് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളടുത്ത് അവിടെ നിന്ന് പോകാൻ പറഞ്ഞു കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ നിന്ന് തിരിച്ച് ഇങ്ങനെ നേരെ ഊട്ടിയിലോട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വന്നതുപോലത്തെ ക്ലൈമറ്റ് അല്ല ഇപ്പം തിരിച്ച് പോകുമ്പം. അപ്പോൾ വീണ്ടും കുറച്ചുകൂടെയൊക്കെ കോടയൊക്കെ ഇറങ്ങി കുറച്ചുകൂടെയൊക്കെ തണുപ്പ് കൂടി വരുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മളിപ്പം തിരിച്ച് ഊട്ടിയിലോട്ടാണ് പോകുന്നത്. നമ്മളിത് ഇപ്പം വരുന്ന വഴിക്ക് തന്നെ നമ്മളിപ്പോൾ ലെഫ്റ്റ് സൈഡ് നമ്മളിതേപോലെ ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് കണ്ടിട്ടുണ്ട്. നല്ല കോട നിറഞ്ഞ് കിടക്കുകയാണ്. നമുക്ക് വലിയ വ്യൂ കിട്ടുമെന്ന് അറിയില്ല. എന്തായാലും അവിടെ നിന്ന് അങ്ങോട്ട് ആൾക്കാർ ഇവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ബൈക്കൊന്നും ഇവിടെ നിന്ന് പാർക്ക് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയി നോക്കാം. ഇങ്ങനെ ആ ഒരു ഫ്രണ്ടിൽ നോക്കുമ്പോഴത്തേക്ക് ആ ഒരു പാറയുടെ ആ ഒരു താഴ്ഭാഗം ഇങ്ങനെ വെളിയിലോട്ട് തള്ളി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഫുൾ കോട നിറഞ്ഞ് കിടക്കുകയാണ് കേട്ടോ ഗൈസ്. നല്ല രസമുള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ എന്തായാലും ഈ കോടയൊന്നും ഇല്ലാത്ത സമയത്ത് എനിക്ക് നല്ലൊരു ഓപ്പൺ വ്യൂ ഇവിടെ നിന്ന് കിട്ടും കേട്ടോ ഗൈസ്. ഇപ്പൊ ഫ്രണ്ടിൽ നിങ്ങൾക്ക് ഒരു വെള്ള കർട്ടൻ ഇട്ട പോലത്തെ ഒരു ഫീൽ അല്ലേ തോന്നുന്നത്. ഫുൾ കോട നിറഞ്ഞ് കിടക്കുകയാണ്. ഇതാണ് ഇപ്പൊ ഇവിടുത്തെ വ്യൂ. അപ്പോൾ എന്തായാലും ഫുൾ കോടയായിട്ട് നമുക്ക് അങ്ങോട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും ഒരു പ്രത്യേക ഫീല് തന്നെയാണ് ഈ ഒരു കോടയൊക്കെ ആസ്വദിച്ച് ഇവിടെ ഇരിക്കാനായിട്ട്. അപ്പോൾ ഗൈസ് എന്തായാലും ഇപ്പം നല്ല കോട ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇപ്പം തന്നെ നമുക്ക് വ്യൂ ഒന്നും കാണാൻ പറ്റിയില്ല വ്യൂ പോയിന്റിൽ പോയിട്ടും. അപ്പോൾ എന്തായാലും ഈ ഒരു കിന്നക്കോര എന്ന് പറഞ്ഞ പ്ലേസ് ഒരു അതിമനോഹരമായിട്ടുള്ള പ്ലേസ് ആണ്. എസ്പെഷ്യലി ഇങ്ങോട്ട് വരുന്ന ആ ഒരു റൂട്ട് ഊട്ടി ടൗണിൽ നിന്ന് ഒരു 70 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ഇങ്ങോട്ട് വരാനായിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഡിസപ്പോയിന്റ് ചെയ്യില്ല കേട്ടോ ഗൈസ്. ഈ ഒരു റൂട്ട് അത്രയ്ക്കും മനോഹരമായിട്ടുള്ള ഒരു ഫോറസ്റ്റ് റൂട്ടാണ് നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഊട്ടി വരികയാണെങ്കിൽ നിങ്ങൾ ഈ കിന്നക്കോരയും കൂടെ വിസിറ്റ് ചെയ്യാനാണ് കേട്ടോ ഗൈസ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ബൈക്ക് റൈഡൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു റൈഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ നാളെ നമ്മൾ ഊട്ടിയിൽ നിന്ന് തിരിച്ച് ട്രിവാൻഡ്രത്തോട്ട് യാത്ര തിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.